കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇലയുടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാദ്യമായിട്ട് നമ്മൾ മാവ്, അരിപ്പൊടി, ഇലയിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് അരിപ്പൊടിയാണ്. राइस फ्लावर, पहले राइस फ्लावर चाहिए. थोड़ा सा नमक टेस्ट के लिए, കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണ്ടി. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ഈ മാവും തമ്മിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. थोड़ा ये मिक्स करना है. नमक, ये राइस फ्लावर दोनों मिक्स करना है. इसमें हमारी आवश्यकतानुसार गरम पानी चाहिए ये मिक्स करने के लिए. ഇതിന് ആവശ്യമായിട്ട് നമുക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്ന് തണുത്താൽ മാത്രമേ നമുക്ക് കൈ കൊണ്ട് ഇതിന് ഒന്ന് നനയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ये गर्म पानी से मिक्स करना है. ये ठंडा होने के बाद हम हाथ से ये पूरा मिक्स करूँगी. ഇപ്പോൾ മാവ് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മാവിനെ. ये अभी ठंडा हो गई तो इस डो को हम हाथों से मिक्स करना है. अपने हाथों से मिक्स करना है. ठीक है. നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. റൈസ് ഫ്ലോർ നമക്ക് മിക്സിംഗ് ഡോ വാസ് റെഡി. ചെറിയ തേങ്ങയും ശർക്കരപ്പൊടിയും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത മിക്സാണ് മാവിനകത്ത് വയ്ക്കാനായിട്ടുള്ളത്. ക്രഷ്ഡ് കോക്കനട്ട്, ജഗരി പൗഡർ, कार्डमम, ये तीनों साथ में रखा है. ये प्रिपेयर करने के लिए बनाना लीफ चाहिए. നമ്മുടെ വാഴയിലയാണ് മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. थोड़ा सा ടൗ, കുറച്ച് മാവ് എടുക്കുക. ഇനി ഇത് നല്ലോണം നമ്മൾ പരത്തി കൊടുക്കുക ഇലയിലേക്ക്. ऐसे करना है. उसके अंदर में वो मिक्स डालना है. ഇനി ഇതിൻ്റെ പുറത്ത് ആ മിക്സ് നമുക്ക് വയ്ക്കാം. इन्हें നമുക്കിത് മടക്കാം. ऐसे रैप करना है. थोड़ा सा प्रेस करना है. ഇനി നമുക്കിതൊക്കെ വേവിക്കാൻ വയ്ക്കാം. ഒരു ഇഡ്ഡലി പാത്രം വെച്ച് അതിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് സ്റ്റീമറിൻ്റെ ആ പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് വേവിക്കാം. पहले इडली पोट डालना है. गैस में पानी डालकर वो गर्म करना है. उस बर्तन में हम वो रैप किया सब अंदर रखना है. फिर गर्म करना है. वो स्टीम करना है. നമ്മൾ മടക്കി വെച്ച എല്ലാം എടുത്ത് ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. എല്ലാം നമ്മൾ അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. सब हमने इसमें रख लिया. फिर वो क्लोज करके स्टीम करना है. ഇതിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കൂടുതലായി. നമ്മളിത് നല്ല ചൂടിൽ ഒഴിച്ച് തന്നെയാണ് ഇത് കുഴച്ചത്. അതുകൊണ്ട് നമ്മളിനി നല്ലോണം വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ये हमने पहले ही गर्म पानी डालकर मिक्स किया है, इसलिए ये अभी प्रिपेयर हुआ है. इट्स रेडी. നല്ല ചൂടാണ്. നമുക്കിനി ഇത് കഴിക്കാനായിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ रेडी आएगी കഴിക്കാനായിട്ട്. अभी ये तैयार हुआ है, खाने के लिए रेडी. ഫില്ലിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാം.